കേരളം ചൂടിൽ വെന്തുരുകയാണ്. താപനിലയേക്കാൾ ഹ്യൂമിഡിറ്റിയും ഓരോ ദിവസവും ഉയർന്ന സാഹചര്യത്തിലാണുള്ളത്. എങ്ങനെയാണ് താപനില കണക്കാക്കുന്നതെന്ന് അറിയണ്ടേ? ഓരോ ജില്ലയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ താപനില അറിയാൻ സംവിധാനങ്ങളുണ്ട്. പാലക്കാട്ടെ മുണ്ടൂരിലെ വെതർ സ്റ്റേഷനെ കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. അത് നോക്കാം. വെതർ സ്റ്റേഷനുകളിൽ മാനുവലായും ഓട്ടോമാറ്റിക്കായുമാണ് താപനില കണക്കാക്കുന്നത്. എല്ലാ ജില്ലയിലും വിവിധ ഭാഗങ്ങളിൽ താപനില കണക്കാക്കാൻ വെതർ സ്റ്റേഷനുകളുണ്ട്. പാലക്കാട് മുണ്ടൂർ IRTCയിലെ വെതർ സ്റ്റേഷനിൽ ഡിജിറ്റൽ സെൻസറുകൾ ഉപയോഗിച്ചാണ് ഓട്ടോമാറ്റിക് മെഷീൻ ചൂടളക്കുന്നത്. അന്തരീക്ഷത്തിലെ താപനിലയും ആർദ്രതയും ഈ സെൻസറുകൾ ഓരോ നിമിഷവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശേഷം സിസ്റ്റത്തിലേക്ക് നേരിട്ട് കൈമാറും. അടുത്തത് മാനുവൽ പ്രോസസ്സാണ്. ഇവിടെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയുമാണ് രേഖപ്പെടുത്തുക. അതായത് ഒരു ദിവസം ആ പ്രദേശത്ത് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും ഇതിൽ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്ന താപനിലയേക്കാൾ കൂടുതലാണ് അനുഭവപ്പെടുന്ന ഹ്യൂമിഡിറ്റി എന്നും എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും IRTCയിലെ സീനിയർ സയന്റിസ്റ്റ് ശ്രീജിത്ത് ശങ്കർ പറഞ്ഞു. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ചൂട് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഒരു 37 ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ഒരു 50-ൻ്റെ മുകളിലോ 60-ൻ്റെ മുകളിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 37 നമുക്ക് 44 അല്ലെങ്കിൽ 45 ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ അത് ഹീറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൂടുതലായിരിക്കും. മാർച്ച് മാസത്തിലാണ് സംസ്ഥാനത്ത് ചൂട് കൂടുതൽ രേഖപ്പെടുത്തിയത്. എൽ നിനോ ലാനിനോ പ്രതിഭാസങ്ങളാണ് താപനില കൂടാനും കുറയാനും കാരണമാകുന്നത്. കഴിഞ്ഞ മാർച്ചിലാണെന്നുണ്ടെങ്കിൽ ഒരു മാർച്ച് പകുതിയോടെ ആയിട്ട് ഒരു 39 എത്തിയിരുന്നു. പിന്നെ അത് ഈ പറയുന്ന പോലെ 37, 38 ഒരു മാസമായിട്ട് അങ്ങനെ തന്നെയാണത് നിൽക്കുന്നത്. കുറേ ആഗോള പ്രതിഭാസങ്ങളുണ്ട്, ഈ എൽ നിനോ ലാനിന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൽ നിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ഉണ്ടാവുന്ന ഈ സമുദ്രത്തിൻ്റെ ഒക്കെ ചൂട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൂടുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ലാനിന എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ചൂട് കുറയും. സോ ഇതിൻ്റെ ഇമ്പാക്റ്റാണ് നമുക്ക് ഇന്ത്യയിലത്തേക്ക് കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. സംസ്ഥാനത്ത് താപനില കുറഞ്ഞു വരികയാണെന്നും അടുത്ത വർഷം ചൂട് കൂടുമെന്നും ശ്രീജിത്ത് ശങ്കർ കൂട്ടിച്ചേർത്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും തുടർച്ചയായി അധിക സമയം നേരിട്ട് വെയിൽ കൊള്ളരുതെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പുകളുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.